കണ്ടിട്ടുണ്ട്. കമ്മിറ്റഡ് ആയെന്ന് പറഞ്ഞവർ പുറത്തിരുന്ന് പലതും പറയുന്നുണ്ട്. അത് വെച്ച് ജാസ്മിൻ അവിടെ കിടന്ന് എന്ത് കാണിക്കണം, എന്താ ചെയ്യേണ്ടത്? പുറത്താൾക്ക് സംസാരിക്കാൻ ഒരു അവകാശമില്ലേ? പുറത്താൾ പുറത്തിരുന്ന് സംസാരിച്ചോട്ടെ. കമ്മിറ്റഡ് ആയെന്ന് വെച്ച് ഗെയിം കളിക്കണ്ടേ? അല്ലേ റസ്മിൻ തന്നെ പറയുന്ന ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതായിരുന്നു എന്നുള്ളത് അവർക്ക് വരെ സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അല്ലേ ആളുടെ അടുത്ത് ഒപ്പമുള്ള കണ്ടസ്റ്റന്റ് പറയുന്നു ചായ തന്നെയാണ് കൊടുത്തിട്ടില്ല. എന്താ പറയുന്നത് ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും മോശം സീസണാണ് കേട്ടായിരുന്നോ? കണ്ടില്ല ലാലേട്ടൻ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ലാലേട്ടൻ പറയുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ശാരീരിക ഇത് കണ്ടിട്ട് വന്നിരിക്കുന്നത് സെൽഫ് റെസ്പെക്ട് അല്ല, നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട് വേണം. അല്ലാതെ ചുമ്മാ കൊരങ്ങനൊക്കെ വിളിക്കുന്ന കാര്യം നന്നായിട്ട് കളിക്കുന്നു. ഈ ജാസ്മിൻ നന്നായി കളിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഗബ്രി വിഷയമാണ് തുടക്കത്തിൽ വന്നിട്ടുണ്ട് അല്ലെ. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിന്റെ ഒപ്പം വന്നൊരു ഫോൺ കോൾ ഉണ്ട് ജാസ്മിന് അല്ലെ. വീട്ടിൽ നിന്ന് വന്നു വിളിച്ചു എന്ന് സംസാരിച്ചു. പിന്നീട് അത് നമ്മളിലേക്ക് പ്രഷറിലേക്ക് എത്തുന്നത് ഉപ്പ് ഹോസ്പിറ്റലാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് വിളിച്ച കോളാണ്. അങ്ങനെ വിളിച്ച കാരണമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ കോളിലെ സംഭാഷണങ്ങൾ ഓഡിയൻസിനെ ടെലികാസ്റ്റ് ചെയ്തു? അത് അതിനകത്ത് ലാലേട്ടൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഒരാളുടെ പ്രൈവസിയാണ്, അതായത് അയാളുടെ ഫാമിലി പ്രൈവസിയാണ്. അത് ഇപ്പൊ തന്നെ സിജോയെ അടിച്ചിട്ടപ്പോ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മളെ ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ജാസ്മിൻ വയ്യാഞ്ഞപ്പോൾ വിളിച്ചത്. അതിന്റെ ഒപ്പം എന്തൊക്കെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഒരു കോഡ് ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൂടെ പുറമെ എങ്ങനെയാണ് ജാസ്മിനെ വിലയിരുത്തുന്നത് പറയില്ല. ബിഗ് ബോസിൽ ഇരിക്കുന്നവരൊന്നും പൊട്ടന്മാരല്ല. ബിഗ് ബോസിൽ ഇരിക്കുന്നവർ പൊട്ടന്മാരല്ല, പക്ഷെ ബിഗ് ബോസിൽ ഇരിക്കുന്നവർ ചെയ്യുന്നതുകൊണ്ട് കാണുന്നവരാണ് പൊട്ടന്മാരാവുന്നത്. അതാണ് വ്യത്യാസം. ഷോ ഫ്ലോപ്പ് ആയി പോയത്. ഈ ഷോ ഒരു ഫ്ലോപ്പ് അല്ല, കോൺട്രവേഴ്സ്യൽ ആണ്. ഫ്ലോപ്പ് ആയി പോയതുകൊണ്ടാണ് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് അവതാരം തന്നെ പറയുന്നത്. എന്താ പറയുന്നത് ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും മോശം സീസണാണ് കേട്ടായിരുന്നോ? കണ്ടില്ല ലാലേട്ടൻ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ലാലേട്ടൻ പറയുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ശാരീരിക കണ്ടിട്ട് വന്നിരിക്കുന്നത് ലാലേട്ടൻ തന്നെ അവതാരം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്കിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് ആദ്യം കാണുക. ലാലേട്ടൻ സംസാരിക്കുന്നത് ഫ്ലോപ്പാണ് സംസാരിച്ചെന്നുള്ളത് അവതാരം തന്നെ പറഞ്ഞു. അവതാരം പറഞ്ഞ കാര്യം ശാരീരിക കേട്ടില്ല. ഒരുപാട് ഷോയില് കഴിഞ്ഞ സീസണിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ റോബിൻ കഴിഞ്ഞ സീസണിലും ഉണ്ടായിട്ടുണ്ട്. അവതാരം പറയുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ ജാസ്മിൻ വിഷയത്തിൽ ചോദിക്കുന്ന സമയത്ത് അതിനൊരു ഉത്തരവാദിയാവുന്ന സമയത്താണ് ഈ വിഷയത്തിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ എങ്കിൽ അവിടെ വന്ന സംഭാഷണം പുറത്തു പറയുന്നുണ്ടെങ്കിൽ ബാക്കി സഹ മത്സരാർത്ഥികൾക്ക് എന്ത് റീസൺ കൊടുത്തുള്ള പറഞ്ഞല്ലോ അവരുടെ പ്രൈവസി, അതായത് ഉപ്പായ്ക്ക് വയ്യ എന്ന് കാരണം പറഞ്ഞു. അത് പിന്നെ അവരുടെ സംഭാഷണം കേൾപ്പിച്ചില്ല. പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ബാക്കി പുറത്തുള്ള കാര്യങ്ങൾ കരഞ്ഞില്ലേ? അതിനുശേഷം കാണിച്ചുള്ള സ്ട്രാറ്റജികൾ മാറ്റം ഉണ്ടായിരുന്നില്ലേ? എന്ത് മാറ്റമാണ് അതങ്ങനല്ലേ ഗെയിം എന്ന് പറയുന്നത്? ഒരു വീക്കിൽ കളിക്കുന്ന സ്ട്രാറ്റജിയാണ് അടുത്ത വീക്കിൽ കളിക്കുന്നത്. അതുവരെ കളിച്ച ഒരാള് പുറമേ നിന്നുള്ള വിഷയം അറിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് തെളിവുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്തും പറയാം. അതായത് നന്നായിട്ട് കളിക്കുന്ന വൈബ്രന്റ് ആയിട്ട് കളിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തും പറയാം. അവരെ കുറിച്ച് മോശം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊരു അർത്ഥവുമില്ല. മോശം പറയുന്നത് ഇത്രയും മെജോറിറ്റി ആളുകൾ മോശം കാര്യങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അവിടെ കണ്ടിട്ടില്ല. എങ്കിൽ കൃത്യമായിട്ട് ഈ ചായയിൽ തുമ്മണതും തുപ്പി കൊടുക്കുന്നതും മോശം കാര്യങ്ങളല്ല. അയാൾക്ക് തുമ്മൽ വന്നാൽ ചായ മാറ്റി പിടിച്ച് തുമ്മൽ വന്നിട്ട് പുറത്തേക്ക് തുപ്പണം. ചായക്കല്ല തുപ്പ. കൊടുത്തിട്ടില്ല. ചായ കൊണ്ടുകൊടുത്ത് കണ്ടില്ല. ചായ കൊണ്ട് കൊടുത്തു. ഞാൻ കണ്ടതാണ്. ജാസ്മിൻ ഇങ്ങനെയാണ് തുമ്മിയത്. അങ്ങനെയല്ല, കപ്പിലേക്കാണ് തുമ്മിയത്. കാഴ്ച കുറവുണ്ടോ? എങ്കിൽ പിന്നെ അയാൾക്ക് ചായ കുടിക്കാതിരിക്കണം. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അതിൽ തുമ്മിയോന്ന് അറിയോ? ലാലേട്ടൻ കൊടുക്കുന്ന വിഷൽ കാണിച്ചപ്പോഴേ അയാൾക്ക് ചായ കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് കാണാതിരിക്കണം. ഇത് വിഷലിലെ കണ്ടതിന് ശേഷമാണ് ബാക്കി കണ്ടസ്റ്റോട് കണ്ടത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തടഞ്ഞു വെക്കാൻ പറ്റും. ഇതിൽ നിന്ന് മാറ്റിയിട്ട് തുമ്മാം അല്ലെ? മനുഷ്യ സഹജമാണെന്നുണ്ടെങ്കിൽ മാറ്റി ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ കൃത്യമായിട്ട് കാഴ്ചയ്ക്ക് എന്ത് പ്രശ്നമുണ്ട് ശരീരം? കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ നോക്കൂ. ലാലേട്ടൻ പറഞ്ഞ ഇത്രയും ചർച്ച ചെയ്ത പ്രസ്താവന പോലും ശാരി കണ്ടിട്ടില്ല. എന്നിട്ടാണ് പറയണേ പല പ്രസ്താവനകളുണ്ടെങ്കിലും അല്ലെ അല്ലെ? അപ്പൊ വരുന്നുണ്ടോ? വരുന്നുണ്ട്. പക്ഷെ അത് ചായ കപ്പിലേക്ക് വരാത്തോണ്ട് കുഴപ്പമില്ല. ചായ കപ്പിൽ വന്നാലും ചിലപ്പോൾ ശാരി കുടിക്കും, പക്ഷെ എനിക്ക് കുടിക്കില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പറയുന്നു ഞാൻ കമ്മിറ്റ് ആണെന്നൊക്കെ സംസാരിക്കുന്നതിന് ശേഷമാണ് അല്ലെ
ഞാൻ പറയുന്ന വർത്താനം പോലും കേൾക്കുന്നില്ല. നിങ്ങൾ വേറെ എവിടെയാണ്? ഞാനല്ല, നിങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ കൃത്യമായിട്ട്. അങ്ങനെയെങ്കിൽ ആ കോളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അതിനുശേഷമാണ് കൃത്യമായിട്ട് ഞാൻ പുറത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പുറത്ത് പറയുള്ളത്. എന്ത് മാറ്റമാണ് ജാസ്മിൻ അവിടെ, എന്ത് പ്രഹേളിയാണ് ജാസ്മിൻ? കൃത്യമായിട്ട് എപ്പിസോഡ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി അവിടെ അറിയട്ടെ, ഞങ്ങളാണല്ലോ പറയുന്നത്. ആരോപണം ഉന്നയിക്കുമ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് എന്നുള്ള രീതിയിൽ കരച്ചിൽ പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ പുറത്തുണ്ട്, ഇങ്ങനെ വിഷയങ്ങൾ കാര്യങ്ങളുണ്ട്, കമ്മിറ്റഡ് ആണ് എന്നുള്ള രീതിയിലേക്കുള്ള എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് പറയുന്നത്. കമ്മിറ്റഡ് ആയെന്ന് പറഞ്ഞവർ പുറത്തിരുന്ന് പലതും പറയുന്നുണ്ട്. അത് വെച്ച് ജാസ്മിൻ അവിടെ കിടന്ന് എന്ത് കാണിക്കണം, എന്താ ചെയ്യേണ്ടത്? പുറത്താൾക്ക് സംസാരിക്കാൻ ഒരു അവകാശമില്ലേ? പുറത്താൾ പുറത്തിരുന്ന് സംസാരിച്ചോട്ടെ. കമ്മിറ്റഡ് ആയെന്ന് വെച്ച് ഗെയിം കളിക്കണ്ടേ? അപ്പൊ ഈ ഗെയിം കളിക്കുന്ന ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, എന്നെ മനസ്സിലാക്കാത്ത ഒരു പൊയ്ക്കോട്ടെ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അത് ജാസ്മിൻ ഈ വർഷം മിറർ അവർ തമ്മിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ടല്ലോ, എന്നെ മനസ്സിലാക്കുന്നവര് വരും, പോകുന്നവര് പോകും. ആരുടെ പറയുന്നത്? സ്വന്തം കണ്ണാടി നോക്കി സംസാരിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതെന്തായാലും ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, പുറത്തു പോകുന്നവര് പൊക്കോട്ടെ, അടുക്കുന്നവർ അടുത്തോട്ടെ, എന്നെ മനസ്സിലാക്കുന്നവർ നിൽക്കുമെന്ന്. ആരെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഇത് കേട്ടിട്ട് ജാസ്മിന്റെ നല്ല കളി കണ്ട് സഹിക്കാൻ വയ്യാതെ പോയ പല ഷോവനിസ്റ്റുകളായിരിക്കും, ചിലപ്പോൾ അഷോവനിസ്റ്റുകളായിരിക്കും ഉദ്ദേശിച്ചത്. ജാസ്മിൻ കണ്ടവര് പുറത്തു പോയിട്ടുള്ളത് എങ്ങനെ ജാസ്മിൻ അറിയണേ? അങ്ങനെ അകന്നു പോകുന്ന ഒരു പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വരുന്നെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ഒരു രീതിയിലും ജാസ്മിൻ അറിയുന്നില്ലല്ലോ. ജാസ്മിൻ അറിയുന്നില്ല. ഇല്ല. അങ്ങനെ അറിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക? അത് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ജാസ്മിൻ ജിൻഡോ എന്തൊക്കെ സംസാരിച്ചു? ജിൻഡോയുടെ പ്രസംഗത്തെ വലിയ എന്താണ് സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആൾക്കാർ പറയുന്നത്. പിന്നെ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്താണ്? ജാസ്മിൻ പേഴ്സണൽ വൈരാഗ്യം നല്ലതായിട്ട് കളിക്കുമ്പോൾ നന്നായിട്ട് എന്ത് സ്പെഷ്യൽ സ്ട്രാറ്റജിയാണ് അവിടെ ജാസ്മിൻ കളിച്ചതെന്ന് പറയും. ഏതാണ് എന്ത് സ്പെഷ്യൽ സ്ട്രാറ്റജിയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വിഷയത്തിലാണ്? ആ വിഷയത്തിൽ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ഇത്രത്തോളം സ്ക്രീൻ സ്പേസ് വരുന്നത്? എങ്ങനെയായിരുന്നു അതിനുശേഷം ജാസ്മിൻ കാണിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും, എപ്പിസോഡിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും സ്ക്രീൻ സ്പേസ് കൂടുതലായിട്ട് സംഭവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആർക്ക് വേണ്ടിയിട്ട്? എന്ത് സ്ക്രീൻ സ്പേസ്? എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ ജാസ്മിനും കളിക്കുന്നത്. അവള് വെറൈറ്റി ആയിട്ട് കളിക്കുന്നുണ്ട്. എന്താ വെറൈറ്റി എന്ന് പറഞ്ഞത്? ഇപ്പൊ അവൾ അവളെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ അത് നന്നായിട്ട് കണ്ടിക്കും. നല്ല വർത്താനങ്ങൾ. വേറെ ആർക്കും ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? വേറെ ആർക്കും അവിടെ ഉണ്ടാവുന്നില്ലേ? ജാസ്മിന് മാത്രം അങ്ങനെ വരുന്ന സമയത്ത് മറ്റൊരാൾ കളിക്കുന്നുണ്ടല്ലോ പ്രാധാന്യം. അപ്പൊ മറ്റൊരാൾക്ക് ബിഗ് ബോസ് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. കൊടുക്കുന്നില്ലാത്തോണ്ടല്ലേ സ്ക്രീൻ സ്പേസ് കിട്ടാത്തതും. സ്ക്രീൻ സ്പേസ് അവനവൻ കളിക്കണോടോ? അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. നമ്മൾ ഇറങ്ങി കളിക്കണം. അത് ജാസ്മിൻ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ പറയുന്നു ഗബ്രി പോയാൽ ജാസ്മിൻ പോകുന്നു. എന്നിട്ട് ജാസ്മിൻ പോയോ? ജാസ്മിൻ പോയില്ല. ഗബ്രി ആ ഗെയിം കളിക്കുന്നതിന്റെ ഒപ്പം തന്നെ ആര് പറഞ്ഞനുസരിച്ച് സംസാരിക്കുന്നത്? ഈ ആൾക്കാർ പറയുന്ന കേട്ടല്ലേ ആരും സംസാരിക്കുന്നത്? അതിനൊപ്പമുള്ള ഒരുമിച്ച് നിന്നുള്ള ജാസ്മിൻ ഗബ്രിക്കൊപ്പം പറഞ്ഞ പേരും കൂടിയായിരുന്നു റസ്മിൻ തന്നെ പറയുന്ന ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതായിരുന്നു എന്നുള്ളത് അവർക്ക് വരെ സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അല്ലേ ആളുടെ അടുത്ത് ഒപ്പമുള്ള കണ്ടസ്റ്റന്റ് പറയുന്നു എല്ലാം പറഞ്ഞല്ലേ. ഇപ്പൊ പറഞ്ഞ് സംസാരിക്കുന്ന ശാരീരിക സംസാരിക്കുന്നവരെ ഈ സംശയങ്ങൾ ഊഹാപോഹങ്ങൾ തന്നെയാണ് അല്ലെ. അത് നമുക്കൊരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ്. എന്തിനും തെളിവുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾക്ക് വരെ ശാരീരിക വല്ലതും ഓർമ്മയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്ന ഒരു കാര്യത്തിൽ ഉത്തരവില്ല. നേരത്തെ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞ കാര്യം കണ്ടിട്ടും കൂടിയില്ല. എന്നിട്ട് പറഞ്ഞ അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഞാൻ ഇതുവരെയുള്ള എപ്പിസോഡ് വരെ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല. ചരിഞ്ഞു തുപ്പി നിങ്ങൾ പറഞ്ഞ തുപ്പിയിട്ടാ ഞാനും കണ്ടതാ. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ നീ നേരിട്ട് തുപ്പല്ല ജാസ്മിൻ ചെയ്തത്. തുമ്മെന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കണ്ട ആളുകൾ സംസാരിച്ച എല്ലാം ബോധപൂർവ്വം തെറ്റിദ്ധരിക്കുന്നതാണോ? പിന്നല്ലാതെ അവര് കളിക്കുന്നതിൽ അസൂയ പൂണ്ടിട്ട് പറയുന്നതാണ് ഈ കാൻഡിഡേറ്റ്സ് മുഴുവൻ. സപ്പോർട്ട് വരുന്ന പുറത്തുനിന്നാണ്. ഇങ്ങനെ എവിടെയാണ് ഈ സംസാരം? ഇത്രയും സംസാരം എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇത്ര മാന്യമായിട്ട് സംസാരിച്ച ആളാണ്. എന്താണ് അവിടെ ആരാണ് മാന്യമായിട്ട് സംസാരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ വരുമ്പോ മാന്യതയെ കുറിച്ച് സംസാരിക്കരുത്. ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് പറയണം. ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് പറയണം. ഇത് ശാരീരിക ഒരു പോയിന്റ് പറയുമ്പോ ആ പോയിന്റ് തീർക്കാതെ വേറെ ഒന്നിലേക്ക് പോകുന്നു. നമ്മള് സെൽഫ് റെസ്പെക്ട് അല്ല, നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട് വേണം. അല്ലാതെ ചുമ്മാ കൊരങ്ങനൊക്കെ വിളിക്കുന്ന കാര്യം പരസ്പര ബഹുമാനം അല്ലാതെ പരസ്പരം സംസാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് അതുപോലെ ചാടിപ്പോരെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾ ഞാൻ ചാടിപ്പോന്നു പറയുന്നത്. അങ്ങനെയാണല്ലോ ഡിബേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ശരി വിഷയത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഇത് വരുമ്പോ എന്തുകൊണ്ടാണ് ഈ പുറമെന്നുള്ള പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് വിവരം അറിയുന്നില്ല, അല്ലെങ്കിൽ പിക്ചർ കിട്ടുന്നില്ല എന്ന് പറയുന്നു? അതിനകത്ത് ഹായ് ഫ്രണ്ട്സ്, അപ്പോ ഇന്ന് പുതിയൊരു വീഡിയോ കേട്ടോ. വളരെ കട്ട കലിപ്പിലാണേ. ഈ വീഡിയോ ഒന്ന് കാണുക.
ഇവള് എന്ത് ഒലക്കട മൂടാ സംസാരിക്കണേ, അങ്ങനെ തന്നെ ചോദിക്കണം ഒന്ന് വിചാരിക്കരുത്. അവള് എന്താണ് ഭയങ്കര തേപ്പാണല്ലോ. ജാസ്മിൻ ഇത് ഒരു 1 or 2 ലാക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പോലെ. അവള് മെയിൻ ഇവള് വന്നിട്ട് എന്തിനാ അറിയോ, നമ്മളെ ദിയാസനന്റെ ഇന്റർവ്യൂ നല്ല കട്ട നെഗറ്റീവില് വന്നിക്കണ്. അപ്പൊ അതൊന്ന് റെഡിയാക്കാനും കൂടി വേണ്ടിയിട്ട്, അതായത് ആങ്കറിന് പരമാവധി അടിച്ച് തറാക്കുക എന്നുള്ള ലെവലിലാണ് ഇവള് വന്നിട്ടുള്ളത്. പക്ഷെ ചിറ്റി പോയി മോളെ, ഒരു രക്ഷയില്ല. അന്റെ ഈ വർത്താനം കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലടി, ഒരു ഇത് തോന്നില്ല. ഈ എന്താ വിചാരിച്ച് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചാല് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അന്നെ തന്നെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയാന്ന് തോന്നുന്നുണ്ടാ? ഒരിക്കലും ഇല്ല, അത് വെറും തോന്നലാണ്. പിന്നെ ജാസ്മിന്റെ PR ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ജാസ്മിൻ ചെയ്യുന്ന ശരികള് ഈ തുറന്നു പറഞ്ഞു, അതിന് രസമുണ്ട്. ചെയ്യുന്ന തെറ്റുകൾക്ക് തുമ്മിടത് പ്രശ്നമാണ്. ഇത് തുമ്മിട്ട് അപ്പിട്ടിട്ട് എങ്ങനെ വെച്ചാൽ ഈ കുടിച്ചത് കാണിക്ക്, ലൈവില് വന്ന് കാണിക്ക്. ഈ എത്ര അറപ്പില്ലാതെ തുമ്മണത് തെറ്റല്ല, തുമ്മിയത് കുടിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. ഈ അയ്യോ എന്താ സംസാരോ, എന്താ ഈ ആരാ? ഇപ്പൊ ദിയാസന നിങ്ങൾക്ക് ഒരു ഒന്നിന്റെ ബാക്കിയാണ്. അതായത് ദിയാസനക്ക് മുഴുവനാക്കാൻ പറ്റാത്തത് ഇവിടെ ഞാൻ വന്നത് ഞാൻ റെഡിയാക്കി തരാന്നുള്ള രീതിക്ക് വന്നതാണ്. പക്ഷെ നടന്നില്ല. ആങ്കർ കുട്ടപ്പ എടുത്തങ്ങോട്ട് പെരുമാറി പൊള്ളി, അടിപൊളി, ഒന്നും പറയാല്ലേ മോനെ, ഒരു രക്ഷയില്ല. കിടുക്കാച്ചി ഐറ്റം ഇന്റർവ്യൂ വെച്ചാൽ ഇതാണ് വേണ്ടത്, പൊള്ളി ഇന്റർവ്യൂ, പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ജാസ്മിനെ കുറേ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്താ ഇതിൽ പറഞ്ഞ, ജാസ്മിനാണ് ഇതില് ഏറ്റവും കോണ്ടന്റ് കൊടുക്കുന്നതും. ഓക്കെ, കോണ്ടന്റ് കൊടുക്കുന്നത് ജാസ്മിനാണ്, ശരി, സമ്മതിച്ച്. ജിൻഡോക്കാളും കൂടുതൽ ജാസ്മിൻ ആയിരിക്കും കൊടുക്കുന്നത്. ജാസ്മിൻ കൊടുക്കുന്ന കോണ്ടന്റ് എന്താണ്, ഇതില് പറഞ്ഞ പോലെ 80+ ആണ് ഐറ്റംസ് കംപ്ലീറ്റ്ലി കൊടുക്കുന്നത്. പിന്നെ വ്യൂസ് കാണും, 100% ഉറപ്പാണ് വ്യൂസ് കാണും. അങ്ങനെ ഇപ്പൊ എല്ലാരും പേരെടുത്ത് പറഞ്ഞില്ല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് 80+ ആയിട്ട് വരുന്നത്. അവരതൊക്കെ നല്ല വ്യൂസ് ഉണ്ട് എന്ന് കരുതി ഇങ്ങനത്തെ വൃത്തികേടിന് കൊട പിടിക്കാൻ നിൽക്കുന്ന എന്നെപ്പോലുള്ള ഓരോരുത്തരുടെ വീഡിയോക്ക് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിചാരം എനിക്ക് വേണ്ട, അത് നിർത്തണം. പിന്നെ എവിടെ വന്നിട്ട് എന്തും പറയാ, എന്തും കേട്ടോളി എന്നുള്ള ആ സംഭവം ഈ പറഞ്ഞോ, ഞങ്ങൾക്ക് നോ പ്രോബ്ലം ആകെ റൈറ്റ് ആണ്. പക്ഷെ എന്തൊക്കെയോ ലക്ഷ്യത്തോടു കൂടി വന്നിട്ട് നന്നായിട്ട് ചീറ്റി പോയി ചാളിഞ്ഞി പിളിഞ്ഞി വളിഞ്ഞി ഒരു കഥായി കിടക്കണ ആ ഫേസ് കാണാൻ അടിപൊളിയാണ്. ഒടുക്കം നീറ്റ് പോവേണ്ടി വന്നു. എന്താ പറഞ്ഞ ആങ്കറിനോട് പറയാനുള്ളത്, എന്റെ പൊന്നടാവേ, ഈ കിഡു ആണടാ അടിപൊളി, കിഡു തന്നെ, കിഡു ഐറ്റം. ഓക്കെ, പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അന്നേരം എന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടപ്പോഴുള്ളൊരു നമ്മളൊരു എന്താ പറയാ, ഒരു ബ്ലഡ് ഇങ്ങനെ തിളക്കം ഇടുന്നിട്ട് അത്രക്ക് ദേഷ്യം. ഈ ജാസ്മിനെ വൈറ്റ് അടിക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ട് മോളെ, അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഈ ഒരു നിലവാരം വിട്ടിട്ട് ഇങ്ങനെ പെരുമാറാന് ഉളുപ്പില്ല, ഉളുപ്പ് ലെവലേശം ഉളുപ്പ്. പിന്നെ അതേപോലെ വേറൊരുത്തം വന്നിക്കണ്, എന്താണ് പറയുന്നത്, ഇവിടെ അമ്മമാര് മക്കളെ പീഡിപ്പിക്കണ കാലാണ്, മക്കളെ കൊല്ലുന്ന കാലാണ്, അല്ല അച്ഛന്മാർ അങ്ങനെ ചെയ്യണവരാണ് ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ തച്ചോട. ശരി, ഇവർക്ക് ആർക്കും ഒരു ജനങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവരൊക്കെ താഴ്ത്തി അടിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അതൊന്ന് മനസ്സിലാക്കണം. ഈ പറയുന്ന ഇപ്പൊ ഈ ആ വീഡിയോ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ആ വീഡിയോയിലും ഇപ്പൊ ഇവൻ പറയുന്ന സംഭവം ഉണ്ട്, ഇതില് ജാസ്മിൻ എന്ത് തെറ്റാ ചെയ്തേ, എന്ത് നല്ലതാ ചെയ്തേ, എന്ത് നല്ലതാ ചെയ്തേ, ഒരു തേങ്ങയും ചെയ്തിട്ടില്ല, ഒരു തേങ്ങയും ചെയ്തില്ല. പിന്നെ എന്ത് നല്ലത് ചെയ്തിട്ടാണാവോ ഇത്. കുറെ PR വർക്കേഴ്സ് ഇപ്പൊ ലാസ്റ്റ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഞങ്ങള് ജിൻഡോ സിൻസിയർ ആണ്, അയാള് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പാവ മനുഷ്യനാണ്. അയാളെ നിങ്ങൾ എത്ര തേക്കാൻ വിചാരിച്ചാലും നടക്കൂല. ഇപ്രാവശ്യത്തെ ജനവിധി തേടിയ വിന്നർ ഇപ്പോഴേ ജനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞ ജിൻഡപ്പനാണ്, ജിൻഡോ ചേട്ടൻ തന്നെ. ഇനി അതല്ല, അതിലൊരു മിറാക്കിൾ വരികയാണ്, ജാസ്മിനാണ് വിന്നർ ആവുന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ്. അത് ബിഗ് ബോസിന്റെ ഫേവറിസം മാത്രമാണ്. ജാസ്മിനോട് ഒരു പ്രത്യേക പരിഗണന, അത് എന്തുകൊണ്ടാണ് ഐ ഡോണ്ട് നോ. പിന്നെ അതുപോലെ ഇനിയിപ്പൊ അതിന് ഞാൻ വളച്ചൊടിക്കുന്നില്ല, നമ്മള് അഖിൽമാരാര് പറഞ്ഞ പോലെ ആണോന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ
വിന്നർ ആവുകയെന്നുണ്ടെങ്കിൽ മസ്റ്റാണ്, അതിലൊരു ചാൻസ് കൂടുതലാണ്. ഇപ്പോ കളി ഈ മാത്രമൊന്നുമല്ല, ഈ എന്ത് തേങ്ങയെ കണ്ടുള്ള ആങ്കർ ചോദിക്കണാര് എന്ത് തേങ്ങയെ കണ്ടുള്ളത്? ഒരു തേങ്ങയും കാണാണ്ട് വെറുതെ വന്നങ്ങോട്ട് വളിപ്പടിക്കുക. വളിപ്പടിക്കണതിനൊരു കാര്യമുണ്ട്.